മനുഷ്യൻ ഒരു യാത്രികനാണ്. ആദ്യകാലം മുതൽ അവൻ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗിരിശൃംഗങ്ങളും അനന്തവിഹായസ്സുകളും പിന്നിട്ട് നക്ഷത്രാദി ഗോളങ്ങളിലൂടെയാണ് അവനിപ്പോൾ സഞ്ചരിക്കുന്നത്. പ്രവാസം അത്തരമൊരു യാത്രയുടെ ഛായാചിത്രമാണ്. അറിയും തോറും അജ്ഞാതമാകുന്ന മനുഷ്യജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരമാണത്. പ്രവാസമെന്നത് അവനവനിലേക്കുള്ള തീർത്ഥാടനം കൂടിയാണ്. മാനുഷിക ബന്ധങ്ങളുടെ ചക്രവാളങ്ങളെ വികസരമാക്കാൻ ഓരോ യാത്രയും അവന് അവസരമേകുന്നു. ഇവിടെ ചരിത്രത്തിൻ്റെ ഒരു വിധി വൈപരീത്യം പോലെ ആ പ്രവാസവും സംഭവിച്ചു. സുഗന്ധദ്രവ്യങ്ങൾ തേടി കേരള തീരമണഞ്ഞ അറേബ്യയുടെ ആത്മാവ് തേടി മലയാളി ആ കാരുണ്യ തീരത്തേക്ക് യാത്ര തിരിച്ചു. റങ്കൂണിലേക്കും സിലോണിലേക്കും നടത്തിയ യാത്രകളെപ്പോലെ പ്രതീക്ഷയുടെ ഭാരം വഴിയിലുടനീളം അവർക്ക് തണൽ വിരിച്ചുകൊണ്ടിരുന്നു. അറുപതുകളിലും 70കളിലും ആ യാത്രയ്ക്ക് കൂടുതൽ വേഗതയും തീവ്രതയും കൈവന്നു. അങ്ങനെ ആയിരക്കണക്കിന് പ്രവാസികൾ ഓരോ ഗൾഫ് നാടുകളിലും ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വിധിയോട് പോരടിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ കാലത്തിൻ്റെ ഏതോ ഒരു സുന്ദര നിമിഷാർദ്ധത്തിൽ അവർ സംഘബോധത്തിൻ്റെ ഉൾവിളി കേട്ടു. കൂട്ടായ്മയുടെ മരുപ്പച്ചയിൽ അഭയം തേടാൻ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ആദ്യം ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്ന പേരിൽ സംഘടിച്ച അവർ പിന്നീട് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന വൻ മരത്തണലിൽ തങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ബീജാവാപം നൽകി. കേരളത്തിന് പുറത്ത് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന പ്രവാസി സംഘടനയാണ് KMCC അഥവാ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ. ദുബായ് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ കഴിഞ്ഞ 40 വർഷമായി ദുബായിലും UAE-യിലും പ്രവർത്തിക്കുന്നു. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലും കേരള മുസ്ലിം കൾച്ചറൽ സെൻ്ററിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്. പ്രവാസ ജീവിതത്തിൽ അന്യോന്യം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആദ്യകാല പ്രവാസികൾ തുടക്കം കുറിച്ച ഒരു കൂട്ടായ്മ ഇന്നൊരു ജനകീയ സംവിധാനമായി മാറിയിരിക്കുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ഒരു അസോസിയേഷനാണ് ഇന്ന് കേരള മുസ്ലിം കൾച്ചറൽ സെൻ്റർ. UAE-യിൽ മാത്രം 55,000-ൽ പരം രജിസ്റ്റേർഡ് മെമ്പർമാരുള്ള ഒരു സംവിധാനമാണ് KMCC-ക്കുള്ളത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന KMCC പ്രവാസി ക്ഷേമരംഗത്ത് അതുല്യമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. ലോകത്തോളം വളർന്ന KMCC ഭൂഖണ്ഡാന്തരങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോഴും ദുബായ് KMCC-യുടെ പ്രവർത്തനം എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്നു. ദുബായ് KMCC ദുബായ് ഗവൺമെൻറ്റിൻ്റെ
അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സോഷ്യൽ മിനിസ്ട്രിയുടെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വലിയ ഓഫീസ് സംവിധാനങ്ങളോട് കൂടിയ ക്രമീകരണങ്ങളാണ് ദുബായ് KMCC എന്നുള്ളത്. പ്രവാസ ലോകത്ത് നേരിടേണ്ടി വരുന്ന ഒട്ടുമിക്ക വിഷയങ്ങളിലും ആളുകൾക്ക് ഒരാശ്വാസമായി മാറുവാൻ ഇന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടന അതിൻ്റെ ആദ്യകാലത്തുള്ള തുടക്കം ഗൾഫിൽ ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്നുള്ള രൂപത്തിലായിരുന്നു. മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബാണ് അതിന് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പണ്ട് കാലത്ത് പോയ നമ്മുടെ ആളുകൾ പല ബുദ്ധിമുട്ടുകളും സഹിച്ച് ക്ലേശകരമായ യാത്രകളിലൂടെയാണ് അവിടെ എത്തിച്ചേർന്നത്. അവരുടെ ചെറിയ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ആശയങ്ങളും ആഗ്രഹങ്ങളുമാണ് ഇന്ന് കാണുന്ന KMCC ആയി പരിണമിച്ചത്. ഒരുപാട് നേതാക്കളെ സ്മരിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇതിൻ്റെ ആദ്യകാല നേതാക്കളായ മഠത്തിൽ മുസ്തഫ ഹാജി, അതുപോലെ CP ബാവ ഹാജി, PA അബ്ബാസ് ഹാജി, യഹിയ തലങ്കര സാഹിബ്, എളേറ്റിൽ ഇബ്രാഹിം സാഹിബ്, ഡോക്ടർ പുത്തൂർ റഹ്മാൻ, അതുപോലെ KMCC പ്രസ്ഥാനത്തിന് വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ, CVM വാണിമേൽ, ഹുസൈൻ ചെറുതുരുത്തി, ഒട്ടനവധി ആളുകൾ നമ്മുടെ സ്മരിക്കേണ്ടതുണ്ട്. അവരൊക്കെയാണ് സത്യത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഊർജമായി നിലനിൽക്കുന്ന വ്യക്തിത്വങ്ങൾ. കേവല കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കപ്പുറം ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ പ്രവർത്തനങ്ങളാണ് ദുബായ് KMCCയെ വ്യത്യസ്തമാക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിൻ്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ദുബൈക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും ദുബായ് KMCCയെ വേറിട്ടതാക്കുന്നു. ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു സ്ഥലമാണ് ദുബായ്. കേരള ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 10 ലക്ഷത്തിനോളത്തോളം അടുത്ത് മലയാളി പ്രവാസികൾ UAE-യിലുണ്ട്. അതിൽ പകുതിയിലധികവും ദുബായിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് KMCCയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് അതുവഴി വന്നു ചേരുന്നുണ്ട്. വലിയ ഒരു മലയാളി സമൂഹത്തെ അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ആശ്വസിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി ഇൻഹൗസ് പ്രോഗ്രാമുകൾ ഇന്ന് ദുബായ് KMCCയിൽ നടക്കുന്നു. ജീവിത സാഹചര്യങ്ങളുടെ വേലിയേറ്റത്തിൽ സ്വപ്നങ്ങളുടെ ഓരങ്ങളിലേക്ക് തുഴയെറിയുന്ന മറുനാടൻ മലയാളിയുടെ സമാശ്വാസത്തിൻ്റെ പൊൻകിരണമാണ് ഈ പ്രവാസി സംഘടന. അവരുടെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിലെല്ലാം ഈ പ്രസ്ഥാനം ഇടപെടലിൻ്റെ വസന്തോത്സവം സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പല സർവേകളും ചൂണ്ടിക്കാണിച്ചതുപോലെ, പ്രത്യേകിച്ചും CDSൻ്റെയൊക്കെ സർവേയിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യക്ക് പുറത്തു പോകുന്ന പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അജ്ഞത, അതുണ്ടാക്കുന്ന
ഒട്ടനവധി പ്രശ്നങ്ങൾ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മൈ ലോയർ എന്ന് പറയുന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. അതിലൂടെ എല്ലാ ആഴ്ചകളിലും ദുബായ് KMCCയുടെ ആസ്ഥാനത്ത് ലോയർ ടീം ഇരിക്കുകയും അവരെ ഫ്രീ ആയി സൗജന്യമായി കാണുവാൻ ആളുകൾക്ക് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നതാണ് മൈ ലോയർ പദ്ധതി. അതുപോലെ എല്ലാ മാസവും നടത്തുന്ന മെഡിക്കൽ ക്ലിനിക്ക്, അത് മൈ ഡോക്ടർ എന്ന പേരിൽ നമ്മുടെ മിംസ് ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അതുപോലെ ആളുകൾക്ക് മെഡിക്കൽ കവറേജ് നൽകുന്ന, ഇന്ന് ദുബായിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ രംഗത്ത് വരുന്ന ചാർജുകൾ. അതിനവർക്കൊരു ആശ്വാസമായി കൊണ്ടാണ് മൈ ഹെൽത്ത് എന്ന പേരിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ദുബായ് KMCC പുറത്തിറക്കിയത്. ഇന്ന് ഏകദേശം 1200ഓളം പേർ ആ പദ്ധതിയുടെ ഭാഗമാണ്. ദുബായ് KMCC കേരളത്തിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതു തന്നെയാണ്. നിരാലംബർക്കും അശരണർക്കും രോഗികൾക്കും പാർശ്വവൽകൃതർക്കും ഈ സ്നേഹക്കൂട്ടായ്മ ആലംബവും അത്താണിയുമായി ഭവിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ എന്നീ ആതുരാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CH സെന്ററുകളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സും ദുബായ് KMCC ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും കേരളത്തിലുള്ള മറ്റ് മെഡിക്കൽ കോളേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള മറ്റു CH സെൻ്ററുകൾക്കുമൊക്കെ ഒരുപാട് സഹായങ്ങളാണ് ദുബായ് KMCC നേരിട്ട് നൽകുന്നത്. തിരുവനന്തപുരത്തുള്ള CH സെൻ്റർ ആയിരുന്നാലും കോഴിക്കോടുള്ള CH സെൻ്റർ ആയിരുന്നാലും ഇതിനൊക്കെ ദുബായ് KMCCയിൽ ഓരോ CH സെൻ്ററിന് വേണ്ടിയും ഓരോ കമ്മിറ്റി തന്നെ നിലവിലുണ്ട്. ആ കമ്മിറ്റി അത്തരം CH സെൻ്ററുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്തുകയാണ്. അതുപോലെ കോഴിക്കോട്ടുള്ള ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുബായ് KMCCയിൽ അതിനുവേണ്ടി മാത്രമുള്ള കമ്മിറ്റികളുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തന്നെ ദുബായ് KMCCയിൽ നടക്കുന്നു. ഈ രണ്ട് സെൻ്ററുകളുടെയും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊക്കെ ഈ രംഗത്തുണ്ടെങ്കിലും ഇന്ന് കേരളീയ സമൂഹത്തിലെ ജനങ്ങൾ ഭക്ഷണത്തിനേക്കാളും കൂടുതൽ ചിലവാക്കുന്നത് മരുന്നുകൾ വാങ്ങിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖലകളിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. ദുബായ് KMCCയുടെ ആതുര സേവനം CH സെൻ്ററുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിലെ 100 കണക്കിന് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അതിബൃഹത്തായ സേവന ശൃംഖല തന്നെ ഒരുക്കുകയാണ് ദുബായ് KMCC പ്രവർത്തകർ. ഇത്തരത്തിൽ ഈ സന്നദ്ധ സംഘടന നടപ്പാക്കുന്ന ശ്രദ്ധേയമായ പദ്ധതിയാണ് ഉറവ് കുടിനീർ പദ്ധതി. 60 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത്. തലസ്ഥാന നഗരിയിലെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ മന്ത്രി VS ശിവകുമാറാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ആശുപത്രികൾ, അവർക്ക് ശുദ്ധജലം കുടിക്കുന്നതിന് ചൂടുവെള്ളം, തണുത്ത വെള്ളം, അത്
ലഭ്യമാകുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഈ ഉറവ് കുടിനീർ പദ്ധതിയിലൂടെ ദുബായ് KMCC ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലേക്ക് വേണ്ടുന്നുള്ള വാട്ടർ ഡിസ്പെൻസറുകൾ സൗജന്യമായി കേരളത്തിലെ 80 താലൂക്ക് ആശുപത്രികളിൽ സ്ഥാപിക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രധാനപ്പെട്ട ഒരു ആശുപത്രി എന്നുള്ള രീതിയിൽ ഈ കുട്ടികളുടെയും അമ്മമാരുടെയും ആശുപത്രിയിൽ നമ്മൾ ഇത്തരത്തിലൊരു വാട്ടർ ഡിസ്പെൻസർ സ്ഥാപിച്ചത്. ഇവിടെ എത്തിച്ചേരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായിട്ടും ഈ തരത്തിലൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന ബഹുമാനായ KMCCയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റു ഇതിൻ്റെ സുഹൃത്തുക്കൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാനും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഈ സേവനം ദുബായ് KMCCയുടെ സഞ്ചാരവീഥിയിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. കേരളത്തിലെ 80ഓളം വരുന്ന താലൂക്ക് ആശുപത്രികളിൽ ദുബായ് KMCC നേരിട്ട് സ്ഥാപിക്കുന്ന വാട്ടർ ഡിസ്പെൻസറുകൾ, ഇത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ലഭിക്കുന്ന വളരെ ഏറെക്കാലം ഈട് നിൽക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസ്ട്രക്ഷനോട് കൂടിയ ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. ഇതിൻ്റെ ഒരു വർഷത്തെ ഗ്യാരണ്ടിയും 40 മാസത്തെ ഇതിൻ്റെ മെയിൻ്റനൻസും ഏറ്റെടുത്തുകൊണ്ടാണ് ദുബായ് KMCC ഇത് ചെയ്യുന്നത്. ഇന്ന് സത്യത്തിൽ രോഗികളോട് ചൂടുവെള്ളം കുടിക്കണമെന്ന് ആശുപത്രിയിൽ നിന്ന് പറയുമ്പോഴും അത് ലഭിക്കാത്തൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും ആശുപത്രിക്ക് തൊട്ട് മുമ്പിലുള്ള കടകളിൽ നിന്നാണ് ചൂടുവെള്ളം ഇവർ വാങ്ങുന്നത്. പലപ്പോഴും ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ചൂടുവെള്ളത്തിനൊക്കെ 5 റുപ്പീസ് മുതൽ 10 റുപ്പീസ് വരെ ചാർജാക്കുന്ന പല കടകളുമുണ്ട്. ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്തെ തൈക്കാട്ടുള്ള ആശുപത്രിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു കടയിൽ ചെന്നപ്പോൾ അവിടുന്ന് ആവറേജ് ഒരു ദിവസം 100-150 പേര് ഈ ചൂടുവെള്ളം വാങ്ങുന്നതായി കടക്കാരൻ പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് വലിയ ഒരു സംഖ്യയുടെ ചൂടുവെള്ളമാണ് കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾക്ക് മുന്നിലുള്ള കടകളിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്നത്. ദുബായ് KMCC 60 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കണക്ക് കൂട്ടിയപ്പോൾ ഉദ്ദേശിച്ച് 2 മാസത്തെ ചൂടുവെള്ള പർച്ചേസ്, നമ്മുടെ രോഗികളുടെ ചൂടുവെള്ള പർച്ചേസ് ഈ 60 ലക്ഷത്തിൻ്റെ മേലെ വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഇത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരമുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഞങ്ങളത് ഉദ്ഘാടനത്തിൻ്റെ അവസരങ്ങളിലും അതിനുശേഷവും ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഗൾഫ് പ്രവാസികളുടെ നാനോന്മുഖ പുരോഗതി ലക്ഷ്യം വെച്ച് ദുബായ് KMCC നടപ്പാക്കുന്ന കർമ്മ പദ്ധതികൾ നിരവധിയാണ്. ഗൾഫ് പ്രവാസികളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് ദുബായ് KMCC നടപ്പാക്കുന്ന ശ്രദ്ധേയമായ പദ്ധതിയാണ് ലിറ്ററസി മിഷൻ പ്രോഗ്രാം. കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ദുബായ് KMCC ദുബായിൽ നടപ്പിലാക്കുന്ന കേരള സാക്ഷരതാ മിഷനുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കുന്ന 10ാം തരം തുല്യതാ പരീക്ഷയാണ്. നമുക്കറിയാം, പല പ്രവാസികളും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെയാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ദുബായിലെത്തിയത്. പലർക്കും തുടർ പഠനത്തിനുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം നടന്നിരുന്നത്. ഇന്ന് കേരള വിദ്യാഭ്യാസ വകുപ്പ് ഈ പ്രവർത്തനം ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും
അതിൻ്റെ ഒരു സെൻറ്റർ ദുബായ് KMCCയിൽ ആരംഭിക്കുകയും ചെയ്തു. ആദ്യ ബാച്ചിൽ തന്നെ 110 പേരാണ് ദുബായ് KMCCയിൽ രജിസ്റ്റർ ചെയ്തത്. അവർ ഈ സെപ്റ്റംബർ 4-നുള്ള പരീക്ഷ എഴുതുകയും ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. രണ്ടാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചു. ഇപ്പോൾ ഓൾറെഡി 70 പേരോളം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം കേരള ഗവൺമെൻറ് ഇത്തരത്തിൽ +2 തുല്യത കൂടി കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അത് കേരളത്തിൽ ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഗൾഫ് മേഖലകളിലും ആരംഭിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പ്രവാസികളുടെ സർഗ കലാവാസനകളെ പരിപോഷിപ്പിക്കാൻ കേരള ഫോക്ലോർ അക്കാദമിയുമായി സഹകരിച്ച് ചില ബൃഹത്തായ സംരംഭങ്ങളും ദുബായ് KMCC നടപ്പാക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ സെൻ്ററാണ് ദുബായ് KMCC. ആദ്യകാല പ്രവാസികൾ പലപ്പോഴും 35-40 വയസ്സിന് ശേഷമാണ് ഗൾഫിലെത്തിയത്. അതുകൊണ്ട് തന്നെ നാടുമായുള്ള ബന്ധം അവർക്ക് ഏറെക്കുറെയൊക്കെ അറിയാം, അല്ലെങ്കിൽ നാട്ടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ അവർ പരിചയപ്പെട്ടതിന് ശേഷമാണ് അങ്ങോട്ട് വന്നത്. എന്നാൽ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ അങ്ങോട്ട് വരുന്നത് 25-ൻ്റെയോ 30-ൻ്റെയോ ഉള്ളിലാണ്. അതുപോലെ അവിടെ ജനിച്ച പ്രവാസി സമൂഹത്തിലെ പുതിയ കുട്ടികൾ, ഇത് രണ്ടും കൂടി ആകുമ്പോൾ തികച്ചും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചോ അതിൻ്റെ സാംസ്കൃതികൾ അല്ലെങ്കിൽ അതിൻ്റെ പൈതൃകങ്ങളൊക്കെ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ബോധപൂർവം ഈ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ബൃഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള ഫോക്ലോർ അക്കാദമിയുമായി ചേർന്നുകൊണ്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. കാലവും ദേശവും അതോടൊപ്പം മനുഷ്യനും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിൻ്റെ തീവ്രത വാക്കിലും പ്രവൃത്തിയിലും ആവാഹിക്കുകയാണ് ദുബായ് KMCC.